മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ തൈക്കണ്ടിയെ പ്രതി ചേർത്തതിൽ പ്രതിരോധം ശക്തമാക്കി CPIM. പിന്നിൽ മഴവിൽ സഖ്യത്തിന്റെ രാഷ്ട്രീയ ഗൂഢാലോചനയെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. മുഖ്യമന്ത്രിയോ സർക്കാരോ കമ്പനിക്ക് വഴിവിട്ട ഒരു സഹായവും നൽകിയിട്ടില്ലെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. ഗവൺമെന്റോ മുഖ്യമന്ത്രിയോ രണ്ട് കമ്പനികൾ തമ്മിലുണ്ടാക്കിയിട്ടുള്ള കരാറുമായിട്ട് ബന്ധപ്പെട്ട് വഴിവിട്ട ഒരു സഹായവും നൽകിയിട്ടില്ല. കേരള തമിഴ്നാട് മുഖ്യമന്ത്രിമാർ കേന്ദ്രത്തിനെതിരായ പരിപാടിയിൽ പങ്കെടുത്തപ്പോഴുള്ള SFIOയുടെ നടപടിയിൽ ഗൂഢാലോചന സംശയിക്കാമെന്ന് പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി. കേന്ദ്ര ഏജൻസി ഈ പ്രശ്നം ജനങ്ങളുടെ മനസ്സിൽ കെട്ടടങ്ങി കഴിഞ്ഞെങ്കിലും വീണ്ടും സജീവമായി നിർത്തി ആശയക്കുഴപ്പമുണ്ടാക്കാൻ പറ്റുമെന്നുള്ളൊരു വിഫല ശ്രമം നടത്തുകയാണ്. ആസൂത്രിതമാണത് എന്ന് വേണം ഊഹിക്കാൻ. ഈ പാർട്ടി കോൺഗ്രസിനിടയ്ക്ക് ഇത് വന്നതിനകത്ത് എന്തെങ്കിലും ഗൂഢാലോചന സംശയിക്കുന്നുണ്ട്? പാർട്ടി കോൺഗ്രസിനിടയ്ക്ക് മാത്രമല്ല, പിണറായി വിജയനും സ്റ്റാലിനും രണ്ട് മുഖ്യമന്ത്രിമാരും കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുമൊക്കെ പങ്കെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട സെമിനാർ പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ നടന്നു. ആ ദിവസം നോക്കിയിട്ടാണ്. ആ സെമിനാറോ നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവിയെ ബാധിക്കുന്ന വിഷയമാണ്. ഫെഡറൽ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ ഇത് സംബന്ധിച്ചിട്ടുള്ള ഇന്ത്യയിലെ ജനങ്ങൾക്കും ഇന്ത്യയുടെ രാഷ്ട്രീയ ഭാവിയിൽ ഉത്കണ്ഠയുള്ളവർക്കുമൊക്കെ താല്പര്യമുള്ള ഒരു വിഷയത്തെക്കുറിച്ച് ചർച്ച നടക്കുമ്പോൾ അതിൽ നിന്ന് ശ്രദ്ധ മുഴുവൻ തിരിച്ചുകൊണ്ടുപോകുക എന്നുള്ള ഉദ്ദേശം ഇതിനകത്തുണ്ടാവും. അതേസമയം വീണയ്ക്കെതിരായ കേസ് രാഷ്ട്രീയ പ്രേരിതമെന്ന് മന്ത്രി P. രാജീവ്. വിജിലൻസ് കോടതികളും ഹൈക്കോടതിയും യാതൊരു തെളിവുകളുമില്ല എന്ന് കണ്ടെത്തിയ കേസാണ്. പൊതുസമൂഹം മാത്രമല്ല, കോടതിയും ക്ലീൻ ചിറ്റ് നൽകിയിട്ടുണ്ടെന്നും രാജീവ് പറഞ്ഞു. തിരുവനന്തപുരം, കോട്ടയം, മൂവാറ്റുപുഴ 3 വിജിലൻസ് കോടതികൾ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള അഴിമതിയുമില്ല. അതുകൊണ്ട് അഴിമതിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയോ സർക്കാരോ ഇതിനകത്ത് ഭാഗമേ അല്ല എന്ന നിലയിൽ ആധികാരികമായി വിധിയെഴുതി. അപ്പോൾ അതിനകത്ത് പൊതുസമൂഹത്തിന് മാത്രമല്ല നമ്മുടെ നീതിന്യായ സംവിധാനവും വളരെ കൃത്യമായി ഒരു ക്ലീൻ ചിറ്റ് നൽകിയിട്ടുള്ള കേസാണ്. മുഖ്യമന്ത്രിക്കോ ഗവൺമെൻറ്റിനോ ഇതുമായി ബന്ധപ്പെട്ട യാതൊരു തരത്തിലുള്ള അഴിമതിയും നടത്തിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങളിലേക്കകത്ത് ഇപ്പോൾ വന്നിട്ടുള്ള കാര്യങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണ്. അതിനകത്ത് പാർട്ടി ഗവൺമെൻറ് അവരുടെ സമീപനത്തെ സംബന്ധിച്ച് കോടതികളുടെ വിധിപ്പകർപ്പുകൾ നമ്മുടെ മുന്നിൽ. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഗൂഢാലോചന തന്നെയെന്ന് മന്ത്രി KN ബാലഗോപാൽ പ്രതികരിച്ചു. ഇത് സംബന്ധിച്ച് പാർട്ടി നേതാക്കന്മാർ സംസാരിച്ചു കഴിഞ്ഞു. സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ സംസാരിച്ചു. ഇത് രാഷ്ട്രീയ പ്രേരിതമാണ്. വീണ്ടും വീണ്ടും ഇത് ഒരു രാഷ്ട്രീയ പ്രശ്നമായി ഉന്നയിക്കാനും എന്നും ഇതിൻ്റെ പേരിൽ വിവാദം ഉണ്ടാക്കാനുമായിട്ടുള്ള ശ്രമം ആസൂത്രിതമായി നടക്കുന്നുണ്ടെന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് വ്യക്തമാണെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം 3-4 കോടതികൾ, വിവിധ ഏജൻസികൾ ഇത് സംബന്ധിച്ച് പരിശോധന നടത്തി. ആ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ആ കേസുകളൊക്കെ അതിനടിസ്ഥാനമില്ല എന്ന് പറഞ്ഞു. പക്ഷേ കേന്ദ്ര ഏജൻസി വീണ്ടും ഇത്തരം ഒരു നിലപാടെടുത്തിരിക്കുകയാണ്. ഇത് അടുത്തൊരു വർഷത്തിനകം, 1 വർഷമാണ് ഇനി തെരഞ്ഞെടുപ്പിനുള്ളത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുണ്ട്, അസംബ്ലി തെരഞ്ഞെടുപ്പുണ്ട്. അപ്പോൾ അതിനൊരു രാഷ്ട്രീയ പശ്ചാത്തലം ഒരുക്കാൻ വേണ്ടി നിരന്തരമായി ഇത്തരം ഗൂഢാലോചനയും ഇത്തരം നിലപാടുകളും ഉണ്ടാകും എന്നുള്ള കാര്യത്തിനകത്ത് യാതൊരു സംശയവുമില്ല. വിവരങ്ങളുമായി മധുരയിൽ നിന്ന് ലിജോ വർഗീസാണ് നമുക്കൊപ്പം ചേരുന്നത്. ലിജോ, ശക്തമായ പ്രതിരോധത്തിന്റെ കോട്ട കെട്ടുകയാണ് പാർട്ടി. വീണ തൈക്കണ്ടിക്കെതിരായ നടപടി രാഷ്ട്രീയ പ്രേരിതമെന്ന് ഒരേ സ്വരത്തിൽ പറയുന്നു എല്ലാ നേതാക്കളും. CPM-നെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ സമയമാണ്. സ്വാഭാവികമായും CPM-ന് ഇന്ത്യയിൽ ആകെ ഒരേ ഒരു സ്ഥലത്ത് മാത്രമാണ് അധികാരമുള്ളത്. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്, പോളിറ്റ് ബ്യൂറോയെ ഏറ്റവും മുതിർന്ന നേതാവ് എന്ന നിലയിലൊക്കെ പിണറായി വിജയനെതിരെ നേരിട്ട് ഒരു ആരോപണം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിലേക്ക് ഒരു ആരോപണം വരുന്നത് പാർട്ടി കോൺഗ്രസ് നടക്കുന്നതിനിടയിൽ വെച്ചാണ്. അതുകൊണ്ട് തന്നെ എല്ലാ നേതാക്കളും, അത് പോളിറ്റ് ബ്യൂറോ അംഗങ്ങളും അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ വിവിധ മന്ത്രിമാരും CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള ആളുകൾ എല്ലാവരും ചേർന്ന് അതിനെ പ്രതിരോധിക്കുകയാണ്. പല കോടതികൾ തള്ളിക്കളഞ്ഞ വിഷയത്തിൽ വീണ്ടും SFIO പുതിയൊരു നടപടിയുമായി വരുന്നതിനെ അവർ വിമർശിക്കുന്നു. കോടതിയിൽ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു കേസിനിടയിൽ ഒരു കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു കേസ് നിൽക്കുമ്പോൾ തന്നെ മറ്റൊരു കോടതിയിൽ വീണ്ടും SFIO പ്രോസിക്യൂട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള തീരുമാനത്തിലേക്ക്, അതിനുള്ള കുറ്റപത്രം സമർപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അതുകൊണ്ട് തന്നെ ഇതിനെ ശക്തമായി എതിർക്കാൻ തന്നെയാണ് CPM തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനൊരു ഗൂഢാലോചനയുണ്ട്. ഈ ഗൂഢാലോചനയുടെ കാരണം പ്രധാനമായി ഇപ്പോൾ പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി പറയുന്നത് പോലെ
ഫെഡറലിസവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനങ്ങളും കേന്ദ്രവും തമ്മിലുള്ള ബന്ധം വലിയ തോതിൽ വഷളായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും അതോടൊപ്പം തന്നെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും കർണാടകത്തിൽ നിന്നുള്ള മന്ത്രിമാരടക്കം ഉള്ള ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇന്നലെ മധുരയിൽ വലിയൊരു പരിപാടി CPM സംഘടിപ്പിച്ചിരുന്നു. ഇതിനിടയിലാണ് വീണയ്ക്കെതിരെയുള്ള ആരോപണവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അവരുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വരുന്നത്. ഇതിനെ അത് ഉണ്ടാക്കുന്നത് സ്വാഭാവികമായും CPM ഇപ്പോൾ ഉയർത്തുന്ന രാഷ്ട്രീയത്തെ ചെറുക്കുന്നതിനും അതോടൊപ്പം ഇനി വരുന്ന തെരഞ്ഞെടുപ്പ് മുതലുള്ള കാര്യങ്ങളിൽ CPM-നെ പ്രതിരോധത്തിലാക്കുന്നതിനും വേണ്ടിയാണ് എന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതിപ്പോൾ CPM-ന്റെ പോളിറ്റ് ബ്യൂറോ PB കോർഡിനേറ്റർ ആയിട്ടുള്ള പ്രകാശ് കാരാട്ട് അടക്കം അത് തന്നെയാണ് പറയുന്നത്. രാഷ്ട്രീയപരമായും നിയമപരമായും ഈ വിഷയത്തെ നേരിടുമെന്ന് അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി തുടർന്നുള്ള ദിവസങ്ങളിലും ശക്തമായ ഇത്തരത്തിൽ ഉള്ള ഒരു പ്രതിരോധം തന്നെയായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.